റെഡിയായി. ഇനിയും സമയമുണ്ട്. ഞാൻ നേരത്തെ റെഡിയായി. കുറേ പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് അങ്ങനെ പാക്കൊക്കെ ചെയ്ത് സെറ്റ്. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് ഏതൊക്കെയോ ഏതൊക്കെയോ സ്ഥലം കാണാനുണ്ട്. അത് കഴിഞ്ഞ് ഇന്ന് ഫുള്ള് ഓവർനൈറ്റ് ജേണിയാണ്. നേരെ തിരിച്ച് ജോധ്പൂരിലോട്ട് പോവും. അതാണ് ഇന്നത്തെ പരിപാടികൾ. മൂക്ക് മാത്രം ബ്ലഷ് ഇട്ടുപോലെ ചുമന്നിരിക്കണം. ഞാൻ ചെറുതായിട്ടൊന്ന് ടയേർഡായെന്ന് തോന്നുന്നു എൻ്റെ ഫേസൊക്കെ കണ്ടിട്ട്. പണ്ടത്തെ ആ ഒരു ഊർജ്ജമില്ല. പക്ഷെ ടയേർഡല്ല, പക്ഷെ ഫേസിന് എന്തോ ഒരു ഇത്. അതാ ചുണ്ടൊക്കെ പൊട്ടി, കൈയൊക്കെ വരണ്ട് ഇളകണം. മോയ്സ്ചറൈസർ ഇട്ടിട്ടൊന്നും കാര്യമില്ല. ഇടും അങ്ങ് വലിച്ചെടുക്കും. മോയ്സ്ചറൈസറിൻ്റെ കൺസിസ്റ്റൻസി കാണണം. ഇങ്ങനെ പേസ്റ്റൊക്കെ ഇരിക്കണ കാണണം. അത്രയ്ക്ക് ഇതിലാണ് വരണത്. തീരെ ഇതില്ല. ഇനി കുറച്ചു നേരം വെയിൽ കൊള്ളാം. വെയിലുണ്ടായാലും ദേഹത്ത് ആ വെയിലിൻ്റെ ഇത് വെക്കൂല. ഭയങ്കര കാറ്റും കൂടെയാണ്. ചൂട്, മറ്റേ ഡസ്റ്റുള്ള കാറ്റ്, തണുപ്പുണ്ട്. കുറച്ചു നേരം അവിടെ ചെന്നിരിക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ചിനുള്ള സംഭവങ്ങൾ. ചോറുണ്ട്. ഇവിടുത്തെ ചോറിൽ കുറേ ജീരകമാണ്. ചോറുണ്ട്. പിന്നെ ചപ്പാത്തി. ഞാൻ ചപ്പാത്തിയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത്. അത് മാത്രമേ ഇതൊക്കെ എടുത്താലും കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ കേസരി, അത് നല്ലതായിരിക്കും. പിന്നെ ഒരു ഫ്രൈംസ് പോലത്തെ ഒരു സാധനം, വെജിറ്റബിൾസ്, കടലക്കറി. ഇതെന്ത് കറിയാണെന്ന് മനസ്സിലാവണില്ല. ഇത്രയാണുള്ളത്. ഞാൻ നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് ഇപ്പം എണീറ്റതേ ഉള്ളൂ. ഒരു ബോധവും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ കുൽധാര വില്ലേജിൽ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ അത്രയും അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ എന്താണ് ഗൈഡ് ചെയ്യണ ചേട്ടൻ അറിഞ്ഞത് 2 വില്ലേജ് എന്തോ ഒരു രാത്രി കൊണ്ട് എന്തോ അടിയുണ്ടായി, ഇടിഞ്ഞു പൊളിഞ്ഞെന്നാ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പം 2 ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു സ്ഥലം കാണാനാണ് നമ്മൾ പോണത്. വേറെ പ്രത്യേകിച്ച് അതിന് വേറെ ഇതൊന്നുമില്ല. പിന്നെ കുറച്ച് പിക്സൊക്കെ കിട്ടുമായിരിക്കും. കുറച്ച് നല്ല എസ്തെറ്റിക് സ്ഥലമാണ്. പിന്നെ ഇതിനെ ഗോസ്റ്റ് വില്ലേജ് എന്നൊക്കെ അറിയപ്പെടും. പ്രേത വില്ലേജ്. നമുക്ക് നോക്കാം. ഗൈസ്, ഇത് ശരിക്കും പൊളിഞ്ഞെന്നാണ് അറിഞ്ഞത്. ഇത് പിന്നെയും പണിതതാണെന്ന് തോന്നുന്നു. അറിഞ്ഞൂടാ. പക്ഷെ നല്ല രസമുണ്ട്. നല്ല പ്രേതമുണ്ടെന്നൊക്കെയാണ് പറയണേ. പക്ഷെ നല്ല രസമുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പെയിന്റിങ്സ്, ഞാൻ വരയ്ക്കുന്ന പോലത്തെ പടങ്ങൾ. കൊള്ളാം. വാവ്, നല്ല രസമുണ്ട് ഗൈസ്. സോ ഗൈസ്, കൊള്ളാം. നല്ല ഭംഗിയുണ്ട്. പാമ്പ് എന്തെങ്കിലും ഉണ്ടാന്ന് തോന്നുന്നു. വാവ്, മേൽക്കൂരയൊന്നും ഇല്ല. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞതുപോലെ അങ്ങനെയാണ് കിടക്കണേ. ഓ കർത്താവേ, സീന്. ഇത്രേ ഉള്ളൂ. ഗായ്സ്, ഇത് ശരിക്കും ഇടിഞ്ഞു പൊളിഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നു.
ഗൈസ് അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞിറങ്ങി. കുറച്ച് ഫോട്ടോസ് എടുത്ത് അതൊക്കെ തന്നെ കൊള്ളാം. ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി. ഓ എൻ്റെ വായിലൊരു വായ്പുണ്ണ് വന്നിട്ട് ഭയങ്കര വേദന. അപ്പോൾ ഇനി നമ്മൾ അവിടെ ചായ കിട്ടുമെന്ന് തോന്നുന്നു, നോക്കട്ടെ. പക്ഷെ ഇവിടുത്തെ ചായ അത്ര രസമില്ല. മസാല ടീ അങ്ങനെയൊക്കെയാണ്, സ്പെഷ്യൽ ചായകളാണ്. തണുക്കണ്. നമ്മുടെ നാട്ടില് 20 രൂപക്ക് വാങ്ങുന്ന പാക്ക് ഇവിടെ 80 രൂപക്ക് കഷ്ടപ്പെട്ട് വണ്ടി വിളിച്ച് വന്ന് 80 രൂപയുടെ മാഗി കഴിച്ചോണ്ടിരിക്കുന്നു. ഇതൊരു പൊളിമൂട്. ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി, ഗാഡിസർ ലേക്ക്. അപ്പോൾ അവിടെയാണ് എത്തിയിട്ടുള്ളത്. വാവ്, കൊള്ളാം. നല്ല തിരക്കുള്ള സ്ഥലം. രാജസ്ഥാനിൽ വന്നിട്ട് ഇത്രയും തിരക്ക് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അങ്ങനെ ഇവിടെ തിരക്കും ട്രാഫിക്കും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് മെയിൻ സിറ്റി ആണെന്ന്. ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാം. കുഞ്ഞ് സ്ട്രീറ്റാണ്. രാജസ്ഥാൻ മോഡൽ ബാഗ്. അപ്പോൾ ഇത് പെർ ഒരെണ്ണം 100 റുപ്പീസ് ആണ് പറഞ്ഞത്. തലയിൽ വെക്കണ സാധനം, കടലയോ കടലയല്ല എന്തോ സാധനം. ഗൈസ് 150 റുപ്പീസ് സരോജിനിയിൽ നിന്ന് വാങ്ങും. ഗൈസ് അടിപൊളി സാധനങ്ങളുണ്ട്, ബട്ട് നല്ല റേറ്റും ഉണ്ട്. ഗൈസ് അടിപൊളി വ്യൂ. കുറച്ചും കൂടെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പം ലേക്ക് കുറച്ചും കൂടെ ഒന്ന് ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേനെ. ഇപ്പം എനിക്ക് അത്ര മീൻസ് എനിക്കെന്നല്ല അത്ര ഒരു ഭംഗി തോന്നുന്നില്ല, കാണാനൊന്നും പറ്റുന്നില്ല വൃത്തിക്ക്. പക്ഷേ കൊള്ളാം. കുറച്ചും കൂടെ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പം അതിനൊന്നും പറ്റുന്നില്ല. പിന്നെ ബോട്ടിങ് എന്തോ ഉണ്ട്, 100 റുപ്പീസ് എന്തൊക്കെ ഉള്ളൂ. അതിനൊന്നും പോയില്ല. സാധാരണ ബോട്ടിങ് പോലെയാണ്. ഞാനിവിടെ പർച്ചേസിങ് കണ്ടതോടെ അതിൻ്റെ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ പോയി. ഇനി ഞാൻ വല്ലതും പർച്ചേസ് ചെയ്യാൻ കിട്ടുമോ നോക്കട്ടെ. ഇതെങ്ങനെയുണ്ട് ഗൈസ്? സ്റ്റെഫി ഗൈസ്, അപ്പം ഞാനൊരു നല്ല കട കണ്ടുപിടിച്ചു. ഒരു 3 പീസ് എടുത്താൽ 100 റുപ്പീസ്. അപ്പോൾ ഇത് നല്ല വെറൈറ്റി ഉണ്ട്. അപ്പം ഇതിൽ നിന്ന് ഏതെങ്കിലും 3 എടുക്കാമെന്ന് വിചാരിച്ച് ഗൈസ്. അപ്പം എന്താ 3 പീസ് വാങ്ങിയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള കമ്പനി കിട്ടിയിട്ടുണ്ട്. 100 റുപ്പീസ് ഉള്ളി. പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി. കൊള്ളാം. റേറ്റ് കൂടുതലാണ്, പക്ഷേ കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങിയിട്ട് അങ്ങോട്ട് മാറിപ്പോയി അവർ വിളിക്കും, കുറച്ച് തരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി കുറച്ച് ഡൽഹിയിൽ സരോജിനി നഗറിൽ കിട്ടുമെന്നാണ്. അപ്പോൾ
അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ച് ഇനി ഇവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് ഈ സാധനം വാങ്ങിയിട്ടുണ്ട്. പിന്നെ 100 രൂപയ്ക്ക് ഇങ്ങനെ വെറൈറ്റി കമ്മലിട്ടുകൊണ്ട് ഇതും വാങ്ങി. വേറൊന്നും വാങ്ങിയിട്ടില്ല. ബാക്കി ഇനി സരോജിനി നഗറിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ച്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ജയ്സൽമർ ഫോർട്ടിലോട്ട്. അപ്പോൾ അവിടെ ടൈം ലിമിറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം രാത്രി ഇങ്ങനെ 24 hours അല്ല, രാത്രിയും ഓപ്പൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയം ചൂസ് ചെയ്ത് പോണത്. ഓക്കെ, അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഇനി ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം തീർന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഗൈസ്, ഈ കുഞ്ഞി ബാൽക്കണി നോക്കൂ, ക്യൂട്ട്. ഗൈസ്, നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഇതിനൊരു അന്ത്യമില്ല. എവിടെയാണാവോ ഗേറ്റ്? കുറേ നടന്ന് ഇവിടെ ആൾക്കാർ താമസമുണ്ട്. 3000 എത്രയോ ഫാമിലീസ്, ഇങ്ങനെ ക്ഷത്രിയർ അങ്ങനെയൊക്കെ പറയൂലേ, അങ്ങനത്തെ ഫാമിലീസ് ഇവിടെ താമസിക്കണം ഉണ്ട്. ഗൈസ്, തളർന്നു. ശബരിമല പോലത്തെ മല. ഹായ്, നല്ല ബാഗ്. Wow. Wow. Guys. Guys, ഇത്രയും നടന്നതിന് ഒരു ഫലം. സേഫു സാറും രണ്ടുപേരും രാജസ്ഥാൻ വൈബ് പിടിച്ച്. ഗൈസ്, അപ്പോൾ നമ്മൾ കഫേ ഡാ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റിൽ എന്നിട്ട് നമ്മളുടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. സിനിയുണ്ട്, സിൻസിയുണ്ട്, സ്നേഹയുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ഓർഡർ ചെയ്യണമെന്ന് നോക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ഓർഡർ ചെയ്യാറില്ലേ? അപ്പൊ നമ്മളിതാ ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഓർഡർ ചെയ്തത്. ഫ്രഞ്ച് ഫ്രൈസ് എത്തി. കഴിച്ചാലോ? കഴിക്കാം. ഈ കാരലൻസ് അടിക്കാം. അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ പോവുകയാണ്. കടയുടെ പേരൊന്നും നോക്കിയില്ല, തളർന്നു പോയി നടന്ന്. എന്തോരു റൈസും പപ്പടം, അച്ചാറ്, സോസ് എല്ലാം ഉണ്ട്. എന്ത് റൈസാണെന്ന് അറിഞ്ഞൂടെ, നോക്കട്ടെ. അപ്പോൾ ഈ ഡേ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. തണുത്ത് പറിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിനേക്കാളും മൈനസിലേക്കാണ് പോകാൻ പോകുന്നത്. എല്ലാവരും ഇനി മരിച്ചു തണുക്കും. ബൈ.